ഹായ് സുമതി ഏട്ടാ, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളെയും കാണിച്ചു തരാമെന്ന്. അതെ, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഞാൻ കണ്ടപ്പോൾ അയ്യോ എൻ്റെ പൊന്നോ, എനിക്ക് ദേഷ്യം വന്നു. അപ്പം ഞാൻ വേഗം മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് വേഗം ക്ലീനിങ് പരിപാടിയിലേക്ക് കടന്നു. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടണ ഒരു പോസിറ്റീവ് സംഭവമുണ്ട്. പിന്നെ സുഖമായിട്ട് കിടന്നുറങ്ങാം. എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, ചില ദിവസങ്ങളിൽ മാത്രമാണ് ഇങ്ങനത്തെ വക സ്വഭാവം എനിക്കുള്ളൂ. ഈ വൃത്തിയാക്കൽ ചിലപ്പം ഒരു രക്ഷയില്ലാത്ത രീതിയിലായിരിക്കും റൂം കിടക്കുന്നുണ്ടാവുക കേട്ടോ. ചോറും കറിയൊക്കെ ഇവിടെ ഉണ്ട്. സോ അത് കാരണം എനിക്ക് വേറെ വെക്കേണ്ട കാര്യമില്ല. ഇന്നലെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വരാം. ഓക്കെ, എൻ്റെ മീൻകുട്ടികളെ നോക്കൂ. അയ്യോടാ സിംഗ്ലപ്പികളേ. അപ്പോൾ പിന്നെ ഫ്രഷാണ് പരിപാടിയാണ്. ഫുഡ് ഓൾറെഡി എൻ്റെ കയ്യിൽ തലേദിവസം വെച്ച ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറെ കുക്കിംഗ് പരിപാടിയൊന്നുമില്ല. കുളിച്ച് ഫ്രഷ് ആവുക, പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥിക്കണതിന് നമുക്കൊരു മനസ്സിനൊരു ആശ്വാസം കിട്ടും കേട്ടോ. ഈ ഒരു സമയത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം സ്കിൻ കെയറും പരിപാടികളും ഒക്കെയാണ്. അത് വലിയ എന്നും ചെയ്യണ പരിപാടികളല്ല, ചില ദിവസങ്ങളിൽ തോന്നുമ്പം മാത്രം ചെയ്യുന്ന സ്കിൻ കെയർ. പിന്നെ ദേ ഫുഡ് ഉണ്ടായിരുന്നത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കി വെച്ച് നല്ല പോലെ ഉറക്കം നല്ല പോലെ വരുന്നുണ്ട്. കാരണം 12 മണിക്കൂറത്തെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിക്കാനിരുന്നു. കാരണം അതൊരു ഓണത്തിൻ്റെ സമയമായിരുന്നു. അപ്പോൾ എൻ്റെ അനിയൻ ദേ പൂക്കളിട്ടുകൊണ്ടിരിക്കുന്നു, അമ്മ അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇതിപ്പം എല്ലാ ദിവസവും നടക്കുന്ന പരിപാടിയല്ല. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും അല്ല നടക്കുക. ചില ദിവസം ഞാൻ നല്ല പട്ടി പണിയെടുക്കും, ചില ദിവസം ഞാൻ വന്ന് നേരെ കിടന്നുറങ്ങും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് എൻ്റെ റൂമിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. അടിപൊളി വ്യൂ ഒക്കെ കണ്ട് അങ്ങനെ ഞാൻ കിടന്നുറങ്ങി.